ഗൈസ്, എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു വയനാട്ടിലത്തെ ഉരുൾപൊട്ടലിനെ കുറിച്ച്. അപ്പം ഒത്തിരി വീടുകൾ അവിടുത്തെ മൊത്തം നമ്മുടെ വയനാടിനെ തുടച്ചെടുത്തോണ്ട് പോയ ഒരു ഉരുൾപൊട്ടലാണ്. നമ്മൾ കേരളക്കാരുടെ ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമ്മൾ ഒരേ വിഷയങ്ങളിൽ നിന്നും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ജോയി മറ്റേ ചവർക്കൂമ്പാരത്തിന്റെ ഇടയിൽ വീണിട്ട് നമുക്ക് കിട്ടിയത് തന്നെ മൃതദേഹമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം ഉണ്ടായത് നമ്മുടെ അർജുൻ, നമ്മുടെ ശിരൂര് മണ്ണ് ഇടിച്ചിൽ വീണിട്ട് ശിരൂരിൽ നിന്ന് അർജുന ഇതുവരെ കിട്ടിയിട്ടില്ല. നാളെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വിഷയമാണ് നമ്മുടെ വയനാടത്തെ ഉരുൾപൊട്ടല്. അത് ഏറ്റവും ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒത്തിരി എല്ലാ വീടുകളും അവിടെ നഷ്ടപ്പെട്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പിള്ളേർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സുഹൃത്തുക്കള്, അയൽവാസികൾ, എല്ലാവരും മൊത്തം നഷ്ടത്തിന്റെ ഒരു വാർത്തയാണ് നമ്മൾ ഡെയിലി ഒരു 5-6 ദിവസമായിട്ട് നമ്മൾ TV കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒത്തിരി വീടുകൾ നഷ്ടപ്പെട്ട്, അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ 5 കോടി രൂപ എടുത്തായിരുന്നു, അവരുടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ബിസിനസ്മാൻമാര്, നമ്മുടെ MA യൂസുഫ് അലി, നമുക്കറിയാം പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് യൂസുഫ് അലി, നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ MD. അതേപോലെ തന്നെ യൂസുഫ് അലി കൊടുത്തത് 5 കോടി രൂപയാണ്. അതേപോലെ തന്നെ അദ്ദാനി കൊടുത്തിട്ടുണ്ട് 5 കോടി രൂപ. അതേപോലെ തന്നെ കല്യാണ ജ്വല്ലേഴ്സിന്റെ കല്യാണരാമൻ കൊടുത്തിട്ടുണ്ട് 5 കോടി രൂപ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് നമ്മുടെ മോഹൻലാൽ 3 കോടി രൂപ എടുത്തിട്ടുണ്ട് പുനരധിവാസ പദ്ധതിക്കായിട്ട്. 3 കോടി രൂപ നമ്മുടെ മോഹൻലാൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ 25 ലക്ഷം കൊടുത്തായിരുന്നു. അതേപോലെ തന്നെ മമ്മൂട്ടിയും നമ്മുടെ ദുൽഖർ സൽമാനും കൂടെ 35 ലക്ഷം രൂപ, അതായത് മമ്മൂട്ടി 20ഉം 15 ലക്ഷം രൂപ ദുൽഖറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ ഫഹദ് ഫാസിലും നസ്രിയയും കൂടെ 25 ലക്ഷം രൂപ കൊടുത്തായിരുന്നു. അപ്പൊ ഒത്തിരി നമ്മൾ കണ്ടായിരുന്നു. പലരും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണ് രംഗത്തോട്ട് വന്നിട്ട് ഈ കാശുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടത്. നമ്മുടെ ഈ കളക്ടറേറ്റിലൊക്കെ, നമ്മുടെ ആലപ്പുഴ കളക്ടറേറ്റിൽ കൊച്ചു പിള്ളേര് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേര് വീട്ടിൽ നിന്ന് നമ്മൾ കുടുക്കികളിട്ട് കൂട്ടാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ മേടിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ചില്ലറ പൈസ കൊടുക്കില്ല. അത് കൂട്ടി വെച്ചിട്ട് അവർ ഈ കളക്ടറേറ്റിലൊക്കെ വന്നിട്ട് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വാർത്ത ഡെയിലി വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ആ പിള്ള മനസ്സിൽ കള്ളയില്ലെന്ന് പറയത്തില്ലേ, ആ പിള്ളേർക്ക് തന്നെ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഇതുകൊണ്ട് കൊടുക്കുന്നത്. വേറൊരു വാർത്ത രാവിലെ കണ്ടത്, നമ്മുടെ ഒരു ആർമിക്കാരന്റെ മോള് ഒരു കമ്മലൊക്കെ വിറ്റിട്ട് അവിടുത്തെ നമ്മുടെ ദുരിതാശ്വാസ മറ്റേ കളക്ടറേറ്റിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ ചെറിയൊരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. എത്ര 12,000 രൂപ എന്നാണ് കമ്മൽ വിറ്റിട്ടാ. അതൊരു പട്ടാളക്കാരന്റെ മോളാണ്. ആ പട്ടാളക്കാരൻ മരിച്ചുപോയതാണ്. എന്നിട്ട് ആ കൊച്ചി ഇത് കണ്ടിട്ട്, ഈ വിഷമം കണ്ടിട്ട് അവിടെ കൊണ്ടു കൊടുക്കുന്ന നമ്മളൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പിന്നെ അമ്മയ്ക്ക് മൊബൈൽ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചി കാശ് കൂട്ടി വെച്ചിട്ട് അത്. പിന്നെ ഇന്ന് വേറൊരു സാധനം കണ്ടത്, ആ ക്യാമ്പിലൊക്കെ ഉള്ള കൊച്ചു പിള്ളേർക്ക് കളിപ്പാട്ടങ്ങളില്ലാണ്ട് കരയുന്നത് കണ്ടിട്ട് ഒരു കൊച്ചും ഒരു വാപ്പായും മോനും കൂടെ വന്നിട്ട് കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ കുറെ കണ്ടായിരുന്നു. 50 മൊബൈൽ ഫോണും 50 പേർക്കുള്ള സിമ്മും, അതേപോലെ തന്നെ ഒത്തിരി സഹായങ്ങൾ എല്ലാവരും നമ്മുടെ കേരളക്കാരെ ഒട്ടാകെ കൈകോർത്തിട്ട് അതേപോലെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കർണാടക ഗവൺമെന്റ് 100 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അഖിൽമാരാര് 3 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇന്ന് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മള് പ്രതീക്ഷിച്ചിരുന്നു പുള്ളിക്കാരൻ വരുമെന്ന്. നമുക്കറിയാം എല്ലാ വിഷമഘട്ടത്തിലും എല്ലാവരുടെയും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളാണ് നമ്മുടെ ബോച്ചെ വന്നിട്ടുണ്ട്. ബോച്ചെ പറഞ്ഞത് 100 വീട് വെക്കാനുള്ള സ്ഥലം ബോച്ചെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ സൗദിയിൽ ഒരു ജയിലിൽ കുടുങ്ങി കയറുറപ്പിച്ച റഹീമിന് 36 കോടി രൂപ. ആ ഉമ്മാന്റെ സങ്കടം കണ്ടിട്ട് കയ്യിൽ പിടിച്ച് ബോച്ചെ പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ മോനെ ഒരിക്കലും അവിടെ തൂക്കുകയറിൽ പെടത്തില്ല, ബോച്ചയെ കൊണ്ട് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള കടൽ മച്ചാനെയും കൂട്ടുപിടിച്ചിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ വെയിലത്ത് ബോച്ച പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ പല രീതിയിൽ കളിയാക്കുമെങ്കിലും ബോച്ചനെ പറയും ഇയാൾക്ക് ഈ ചട്ടയും മുണ്ട് കൊടുക്കാൻ അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് പലരും ബോച്ചനെ കളിയാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ കളിയാക്കിയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ് ഈ ഷോയൊക്കെ കാണിച്ച് ചട്ടയും മുണ്ടും, ഇത്രയും കോടീശ്വരനായിട്ട് ഇയാൾക്ക് വേറെന്തൊക്കെ ഡ്രസ്സ് ധരിക്കാന്നൊക്കെ പറയുന്നത്. പക്ഷെ അയാളുടെ മനസ്സ് നമ്മൾ കാണണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്ത്, ഈ പൊരി വെയിലത്ത് പലരെയും, പല യൂട്യൂബേഴ്സിനെയും സോഷ്യൽ മീഡിയയിലുള്ള പലരെയും വിളിച്ച് ഈ ഉമ്മാന്റെ മോനെ രക്ഷപ്പെടുത്തണം. ആ ഉമ്മാടെ കണ്ണീര് കണ്ടിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ മോനെ ഞാൻ കയ്യിൽ കൊണ്ട് തരും. അത് കണക്ക് തന്നെ ആ ഉമ്മ കരയുന്ന രംഗവും നമ്മൾ കുറെ നാളായിട്ട് ആ ഒരു വാർത്ത കണ്ടിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഞാൻ ഉൾപ്പെടെ എന്നെ കൊണ്ടാകുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 36 കോടി സ്വരൂപിച്ചവിടെ അയച്ചു കൊടുത്തു. ബാക്കി മോൻ വന്ന അതെനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്താ സംഭവം അറിയാണ്ട് ഞാൻ പറയുന്ന കാര്യമില്ല. അതിനെക്കുറിച്ച് പിന്നെ ന്യൂസ് ഒന്നും കണ്ടില്ല. അപ്പം പിന്നെ അതേപോലെ തന്നെ കടൽ മച്ചാൻ വന്ന് ഇവര്, ഞാൻ ആലപ്പുഴ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അവര് ഇത്രയും മണിക്കൂറിൽ നമ്മൾ ഇന്ന സ്പോട്ടിൽ എത്തും എന്നുള്ള ലൈവൊക്കെ കടൽ മച്ചാൻ അതേപോലെ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ കടൽ മച്ചാനും അമ്മയും ബോച്ചും എല്ലാം കൂടെ നല്ല രീതിയിൽ ആ 36 കോടി ഇത്രയും ദിവസം കൊണ്ട് അത് വിരിച്ചു കൊടുത്ത്, അതല്ല ഏറ്റവും ഒരു മനസ്സിന് ടച്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ബോച്ചയും 1 കോടി രൂപ കൊടുത്ത്. എന്തോരം പാർട്ടിക്കാരാകട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ളവരായിക്കട്ടെ, പല മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരാളെ പോലും കണ്ടില്ല ഈ റഹീമിന് 36 കോടി പിരിച്ചു കൊടുക്കാനായിട്ട്. ബോച്ച് നമ്മൾ പറയും പുള്ളിക്കാരന് വേണമെങ്കിൽ 36 കോടി രൂപ കൊടുക്കാൻ ആസ്തിയുണ്ട്, സംഭവം ശരിയാണ്. പക്ഷെ പുള്ളിക്കാരൻ 1 കോടി രൂപ കൊടുത്ത്, പുള്ളിക്കാരന്റെ അമ്മയും 1 ലക്ഷം എത്ര രൂപ കൊടുത്തായിരുന്നു. പിന്നെ ബാക്കി നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ എല്ലാരും കൂടെ പിരിച്ചിട്ടിട്ട് ആരൊക്കെ വെളിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ, പലരും കൊടുത്തവരുണ്ട്, അവരുടെ പേരൊന്നും അറിയത്തില്ല, എല്ലാരും കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്നും പറഞ്ഞത് ഇപ്പതേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വയനാടത്തെ ഉരുൾപൊട്ടൽ, എനിക്കറിയാം ബോച്ച് ഉറപ്പായിട്ടും വരുമെന്ന് എനിക്ക് കൺഫേം ആയിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ രാവിലത്തെ ന്യൂസിനകത്ത് ബോച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോയും ഇല്ല, സൈലന്റ് ആയിട്ട് നിന്നു. അത് ഷോ കാണിക്കേണ്ട അടുത്ത് ഷോ കാണിക്കുകയും ചെയ്യും, സൈലന്റ് ആയിട്ട് നിൽക്കേണ്ട അടുത്ത് സൈലന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇന്ന് നിന്നിട്ട് പറയുന്ന നമ്മളെന്താ, ആർക്കും ഒരു വിഷമമില്ല, 100 വീട് വെക്കാനുള്ള സ്ഥലം. ആ 100 ഒരു വീട് വെക്കുന്ന, ഒരു വീടിന്റെ സ്ഥലം തന്നെ മേടിക്കുന്ന കാര്യം നമുക്കറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പണിപ്പെടും. പിന്നെ 100 വീട് വെക്കാനുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അത്രയും നമ്മുടെ ബോച്ച് എടുത്തിട്ടുണ്ട്. ബോച്ച് ഇടക്ക് ബോച്ചയുടെ കുറെ ന്യൂസുകളൊക്കെ ഇറങ്ങിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെ ടീ ലക്കി ഡ്രോ എന്നും പറഞ്ഞ ഒരു പരിപാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ സൈഡുകളിൽ പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബോച്ച ഉടായ്പാണ്, കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്, കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കോടികൾ ബോച്ച ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരു മനുഷ്യനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചെ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആദ്യം ബോച്ചെ ലക്കി ഡ്രോ 25 ലക്ഷം രൂപ ഒരാൾക്ക് അടിച്ചിട്ട് ബോച്ചേന്റെ മാനേജർ എന്നാണ് വിളിച്ചിട്ട് അയാളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന പോലെ ബോച്ചെ ടീയുടെ ലക്കി ഡ്രോ അടിച്ചിട്ടുണ്ട് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പം അയാൾ എന്താ തെറി എന്താ പറയുന്നതൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോച്ചെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബോച്ചയാണ്, ബോബി ചെമ്മന്നൂറാണ്, നിങ്ങൾക്ക് 25 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കള്ളമല്ല എന്ന് അറിയിക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ, ഒരു കസ്റ്റമർ നമ്മൾക്ക് ഇപ്പോൾ ഒരു പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ അത് കള്ളമാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ബോച്ചെ ഇപ്പൊ നേരിട്ടാണ് വിളിക്കുന്നത്. പിന്നെ നേരിട്ട് കോഴിക്കോട് കാശ് കൊണ്ട് കൊടുക്കുന്ന, കോഴിക്കോടാണോ വയനാടോ എന്താ പറഞ്ഞാ ആർക്കോ പ്രൈസ് അടിച്ചിട്ട് ലക്കി ഡ്രോ അടിച്ചിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴ തലവടിയിൽ ആർക്കോ കാശ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഞാനും കഴിഞ്ഞത് കുറച്ചാൾക്ക് മുന്നേ ഇത് കണ്ടിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആലപ്പുഴയിൽ ഒരു സാൻഡ്രോ കാറിനകത്ത് ബോച്ചേറ്റിയുടെ ഫ്രാഞ്ചൈസി അമ്പലപ്പുഴയിൽ നിന്ന് എന്താ കൊണ്ടുവന്നതാണ്. അവര് ഈ റൂട്ടിൽ ഇങ്ങനെ വിറ്റണം പോന്ന് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. ഞാനത് 2 വട്ടം, ഒരു വട്ടം വന്നിട്ട് മേടിച്ചിട്ട് എനിക്കൊന്നും അടിച്ചില്ല, രണ്ടാമത് അടിച്ചപ്പോഴും അടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുന്നേ ബോച്ചേറ്റി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആ കാറി വന്നൊരു പുള്ളിക്കാരനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് കറക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ബുക്ക് ചെയ്തിട്ട് അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആലപ്പുഴ ബോബി ചെമ്മന്നൂറിന്റെ ഫ്രാഞ്ചൈസി നമ്മൾ വിളിച്ചിട്ട് അതിന്റെ അവരുടെ ബോബി ചെമ്മന്നൂറിന്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വിളിച്ച് 2-3 വട്ടം എന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല, വരാന്ന് ഇതാക്കി വിട്ടു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ സ്റ്റോക്ക് തന്നിരിക്കുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, നാളെ പോകണം. അത് നേരെ ചെന്നിട്ട് നമ്മൾ നോക്കണം. നേരിട്ട് ഇപ്പം ബോച്ചറ കഴിഞ്ഞ ദിവസത്തെ ഒരു കാർ കൊടുക്കുന്ന ഒരു വീഡിയോക്കകത്തൊക്കെ പറയുന്നത് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റപ്പ് ഒന്നും ഇല്ല, നേരെ കൂപ്പൺ മേടിക്കുക, അവിടെ നിന്ന് ഒരച്ചു നോക്കുക, പ്രൈസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പോകാന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഒത്തിരി വീഡിയോസ് നമ്മൾ ബോച്ചയുടെ കുറെ യൂട്യൂബേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കള്ളത്തരമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിന്റെ ലോട്ടറി ഇരുന്ന് പോണ്. കേരള സർക്കാർ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഇത് നിർത്തണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി ആകുമ്പോൾ 40 രൂപ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കീറി കളയണം. ഇത് 40 രൂപ എടുത്ത് നമ്മൾ ബോച്ചെ ടീം മേടിച്ചു കഴിഞ്ഞാൽ അത് പ്രൈസ് അടിച്ചില്ലെങ്കിൽ നമുക്ക് ചായ ഇട്ട് വീട്ടിൽ ഇരുന്ന് കുടിക്കാൻ പറ്റും. അങ്ങനെ സംഭവങ്ങളൊക്കെ ആണ്. പക്ഷെ ബോച്ച എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോച്ച ഈ 100 വീഡിയോ വെക്കാനുള്ള സ്ഥലം കൊടുക്കുന്നതിന്റെ കമന്റിന്റെ അടിയിൽ പലരും പറഞ്ഞു മുമ്പ് ഇതേപോലെ ഇവിടെ വീഡിയോ വെച്ച് കൊടുക്കാന്ന്, എന്താ സ്ഥലം കൊടുക്കാന്നാ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല, അത് ആദ്യം കൊടുത്തു കാണിക്കട്ടെ. പിന്നെ അതിന്റെ അടിയിൽ കമന്റ് അടിക്കുന്നുണ്ട്
അതിനെക്കുറിച്ച് ബോച്ചെ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും. പുള്ളിക്കാരൻ എല്ലാം ലൈവിൽ വന്നിട്ട് ബോച്ചെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും ബോച്ചനെ ഓളിയിട്ടുണ്ടെങ്കിൽ തിരിച്ചോളാനാണെങ്കിലും ബോച്ചെ നേർക്ക് നേരെ വന്നിട്ട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ബോച്ചനെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല, നല്ലത് ഇതാ നല്ലത് എന്ന് തന്നെ പറയണം. അപ്പൊ രാവിലെ തന്നെ നെട്ടിച്ചു കളഞ്ഞത് ഈ വാർത്തയാണ്. അപ്പൊ എനിക്ക് 2 വാക്ക് ബോച്ചനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ബോച്ചെ സലോട്ട്, ബൈ ബൈ.